അടിപൊളി വരാല്. കപ്പയ്ക്കകത്തോട്ട് ഇതൊന്ന് അടിപൊളി. കുറച്ച് ചാറും കൂടെ അതിനകത്തോട്ട് കോരി ഒഴിച്ചു കൊടുക്കുക. ഇന്ന് നമ്മൾ ചൂണ്ടയിടാനായിട്ട് വന്നേ. നമ്മുടെ കുളമൊക്കെയാണ്, നമുക്കൊന്ന് ഇട്ട് നോക്കാം ചൂണ്ട. തീറ്റയായിട്ട് ചെമ്മീനാണ് ഇടുന്നത്. 3-4 പേര് അപ്പുറം അപ്പുറം നിന്ന് ഇടുന്നുണ്ട്. ക്യാമറയുടെ മുമ്പിൽ വരാനൊരു ബുദ്ധിമുട്ടാണ്. ഈ മറിയുന്ന ഇത്രയും ചാങ്കണ്ണിയാണ്. കുറച്ച് കരട്ടിയൊക്കെ കിടപ്പുണ്ട്, അത് 1-2 ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. ചാങ്കണ്ണിയെ കിട്ടാൻ പാടാണ്. അടിപൊളി വരാല്. എടുത്തോ കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. രണ്ട് ദിവസമായിട്ട് കുറേശ്ശെ പിടിച്ച മീനാണിത്. ഇതൊന്ന് കറി വെക്കാൻ പോവും. ഇതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. നന്നായിട്ട് ചിരണ്ടി വൃത്തിയാക്കി എടുക്കണം. നല്ല നാടൻ കരട്ടിയാണ്. ചെറിയ കരട്ടിയും വലിയ കരട്ടിയും കൂടെ. ടേസ്റ്റ് കൂടുതലുള്ള കരട്ടിയാണ്. അത് വളർത്ത് കരട്ടിയൊന്നും അല്ലത്. ഇവിടെ കരട്ടി എന്നാണ് പറയുന്നത്. ചിലയിടത്ത് കൈതക്കോരയെന്ന് പറയും. പലയിടത്തും പല പേരാ. ഉറക്കമായിരുന്നോ? എന്തോ കഴിച്ച്? ഇഡ്ഡലി സാമ്പാറുമായിരുന്നോ? തട്ട് ആകെ കിട്ടിയ ഒരു വരാല. ഇതിൻ്റെ കൂടെ ഈ കരട്ടിയുടെ കൂടെ തന്നെ നമുക്ക് അതും കൂടെ അങ്ങ് കറി വെച്ചേക്കാം. വരാലിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുകയാണ്. കുറച്ച് കല്ലുപ്പ് ഇട്ട് ഇതങ്ങ് തേച്ച് കഴിയും. വരലുപ്പ് ഇട്ട് തേച്ച് കഴിയുമ്പോൾ നല്ലപോലെ അഴുക്ക് പോകും. ഇതൊന്നും കൂടെ ചിരണ്ടി വൃത്തിയാക്കി എടുക്കും. ആ വലിയ കരട്ടിയെല്ലാം ഒന്ന് വരയിട്ട് വെക്കുക. ആ ഉപ്പും പുളിയൊക്കെ എന്നാൽ എളുപ്പം പിടിക്കും. ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും മീൻ വെട്ടിയെടുക്കാൻ തന്നെ. ഒരു 2 വെള്ളം കൂടെ ഒന്ന് കഴുകിയെടുക്കണം. എന്താ വൃത്തിയായിട്ട് വെളുത്തിട്ടുണ്ട്. ഇച്ചിരി നേരം ജോലി ചെയ്താലും നല്ലപോലെ വെളുക്കണം. നല്ല വൃത്തിയായിരിക്കും. തീയൊന്ന് കത്തിക്കാൻ പോവാ. ചട്ടി വെക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ശകലം കടുക് ഇടുക. കടുക് പൊട്ടിയിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളി, ഒരു 5 പച്ചമുളക് 2ആയിട്ട് കീറിയത് ഇതിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ശകലം കറിവേപ്പില. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർക്കാം. കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാ. കുറച്ച് മല്ലിപ്പൊടി, ഒരു 4 സ്പൂണ് മല്ലിപ്പൊടി. ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഒന്ന് മുരിയണം. ഇതിനകത്തോട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഒരു 3/4 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് അടിച്ച് ഒരു 1.5 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1 സ്പൂൺ ഉപ്പ്,
പിന്നെ പാകത്തിന് നോക്കിയിട്ടിടാം. പൊടിയെല്ലാം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളയ്ക്കണം. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഒന്ന് വേവണം. വെന്തിട്ട് ഈ എണ്ണ തെളിഞ്ഞ് മേളി വരുമ്പോഴേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നല്ലപോലെ കറി കുറുകുറാന്നിരിക്കണം. പൊടിയൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 100 ഗ്രാം കുടംപുളി ഇതിനകത്തോട്ട് ചേർക്കും. പുളി കൂടുതൽ ഇന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഉപ്പൊന്ന് നോക്കാം. ആ ഉപ്പ് പാകത്തിനുണ്ട്. രാശിന് വേണ്ട. ഒരു 2 തക്കാളി അരിഞ്ഞത്. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് മീൻ കഴുകി ഇടാൻ പോവാം. ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഓ ഓ ഒന്ന് അടച്ചു വെച്ചേക്കാം. തീ കുറച്ച് വെച്ച് വറ്റിച്ചെടുക്കാം. ഇത് വെന്തിട്ടുണ്ട്. തുറന്നു നോക്കാൻ പോവാം. ആ എന്താ മണോ, ഒന്ന് ഇളക്കി നോക്കാം. എന്താ കരട്ടിക്കറിയൊക്കെ അടിപൊളി കരട്ടിക്കറിയാണ്. ഇതുണ്ടോ, ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാം. കൊള്ളോ? ശാലം പച്ച വെളിച്ചെണ്ണ, ശാലം പച്ചക്കറി ആപ്പില ഇട്ടൊന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. തീ ഒന്ന് ഓഫ് ചെയ്യാൻ പോവാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാം. ആ എന്തുവാ ഇത്, അടിപൊളി. കപ്പയ്ക്കകത്തോട്ട് ഇതൊന്ന് ആ അടിപൊളി. വരാലും കൂടി ഇതിനകത്തോട്ടൊന്ന് വെച്ച് നോക്കാം. ചെറിയ ആൾക്കാർക്കൊക്കെ വരാൽ കുറച്ച് ചാറും കൂടെ അതിനകത്തോട്ട് കോരി ഒഴിച്ചു കൊടുക്കുക. ചീനിയല്ലേ, ഇത് മീനൊന്നും വേണ്ട, ഇതിൻ്റെ ചാറ് മാത്രം മതി. ചീനിയനാ കേട്ടോ. കട്ടിയൊക്കെ ഉണ്ട്. അടിപൊളി സാധനം കേട്ടോ. കരട്ടിക്കറിയും ചീനിയും നല്ല അടിപൊളി. എങ്ങോട്ട് പോനെ, എരിയും പുളിയൊക്കെ ഉണ്ടോ? എല്ലാം കറക്റ്റ് പാകത്തിനാണ്. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ഒന്നാകത്തുള്ളൂ. അടിപൊളി സാധനം, സൂപ്പർ സാധനം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യണമെന്ന് ഷെയർ ചെയ്യണം.